അപ്പോൾ ഇന്നത്തെ വീഡിയോ സെയിലിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതിലൊരു 12 കുഞ്ഞുങ്ങളുണ്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് കോഴിക്ക് വെച്ച് കൊടുത്തത് തന്നെയായിരുന്നു. കോഴിക്കൊരു 13 മുട്ട വെച്ച് കൊടുത്തിട്ട് 12 കുഞ്ഞുങ്ങളും വിരിഞ്ഞ് കിട്ടിയതാണ് ആദ്യം. കാരണം 13 മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് അതിൽ വേറെ കോഴികളൊക്കെ മുട്ട ഇട്ടിട്ട് 19 മുട്ട ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതാണ് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കണ്ടപ്പത്തിന് മുട്ടയൊക്കെ ചൂടായിരുന്നു. അപ്പോൾ അതിന് മാറ്റി വെക്കാനും പറ്റാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ അതിലിരുന്നുങ്ങാണ്ട് ആദ്യം കുറച്ച് 12 മുട്ടയാണ് വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ്. അപ്പോൾ അവരെ അങ്ങോട്ട് ലൈറ്റിട്ട് മാറ്റിയതായിരുന്നു. പിന്നെ ബാക്കിയുള്ള മുട്ടയുടെ പിന്നെയും കോഴി അതിൽ തന്നെ കിടക്കുക. അതിലിപ്പോൾ ഒരു കുഞ്ഞും കൂടി പിന്നീട് വിരിഞ്ഞിട്ടുണ്ട്. ബാക്കി 6 മുട്ടയുണ്ട് പിന്നെയും കോഴി അതിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ കുഞ്ഞ് കാണുന്നത് അത് ഇവർ വിരിഞ്ഞൊരാഴ്ച കഴിഞ്ഞിട്ട് വിരിഞ്ഞതാണ്. ഇപ്പോൾ അത് 3 ദിവസമായിട്ടുള്ളൂ. ഇവരിപ്പോൾ 10 ദിവസമായിട്ടുണ്ട്. അങ്ങനെ ഉള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവരെ ലൈറ്റിട്ട് വളർത്തി കൊണ്ട് തന്നെ പെട്ടെന്നാണ് വലിപ്പം വെക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ കോഴിയുടെ അടുത്ത് കിടന്ന് വലുതാകണേക്കാളും പെട്ടെന്ന് ഇവർ നമ്മൾ ലൈറ്റിട്ട് കൊടുത്ത് പിന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളരും ചെയ്യും. ഇവരിങ്ങനെ കറക്റ്റ് സമയത്ത് നേരം ചൂട് കിട്ടുന്നതുകൊണ്ടും പിന്നെ ഭക്ഷണവും തന്നെ നമ്മളിങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ കൊടുക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ടും പിന്നെ എപ്പോഴും വൃത്തിയാക്കുന്നതുകൊണ്ടൊക്കെ ആവും. ഇവർ നല്ല ആരോഗ്യത്തിൽ വളരും ചെയ്യും. നല്ല കുഞ്ഞുങ്ങളായിട്ട് വരും ചെയ്യും. നമ്മൾ കോഴിയുടെ അടുത്ത് നിൽക്കണേക്കാളും ഉഷാറായിട്ട് പെട്ടെന്ന് വളർന്നു വരുന്നതും കാണാൻ നമ്മളിങ്ങനെ ലൈറ്റിട്ട് വളർത്തുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ ഇവർ പെട്ടെന്ന് വലുതായിട്ടുമുണ്ട്. ഇതിപ്പോൾ 10 ദിവസമാണ് ഇവരായിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല ആരോഗ്യത്തിലുള്ള നല്ല കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതിൽ 11 ഒരേ വലിപ്പമുള്ളതും ഒരു കുഞ്ഞ് ഇപ്പോൾ 3 ദിവസമായിട്ടുള്ളൂ. അങ്ങനെ 12 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ലൈറ്റിട്ട് വളർത്താൻ പറ്റുന്നവർക്കാണെങ്കിൽ അമ്മക്കോഴിനെ ഇപ്പോൾ കൊടുക്കൂല. അമ്മക്കോഴിക്ക് ഇപ്പോൾ ഒരു 6 മുട്ടയും കൂടി അതിൽ കിടക്കുന്നുണ്ട് വിരിയാൻ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവരെ കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ട് വളർത്താൻ സൗകര്യമുള്ളവർക്കാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് പറ്റുന്നിടത്താണെങ്കിൽ വണ്ടിക്കൊക്കെ കൊടുത്ത് വിടാൻ സൗകര്യമുള്ളിടത്താണെങ്കിൽ കൊടുത്തു വിടാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ അതിൻ്റെ തള്ളക്കോഴി. അപ്പോൾ ഇതിൽ ഇനിയും കിടക്കുന്നുണ്ട്, ഒരു 6 മുട്ടയുണ്ട്, അത് കിടക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ അവർ ഒരുമിച്ച് നമുക്ക് അമ്മയും കുഞ്ഞുങ്ങളും ഒരുമിച്ച് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പറയുകയാണെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി. അപ്പോൾ വിവരം പറയാം. അപ്പോൾ നമുക്ക് വണ്ടി സൗകര്യമൊക്കെ പോണോടത്തേക്കാണെങ്കിൽ കൊടുത്തു വിടാം. അപ്പോൾ പിന്നീട് നമുക്ക് പൂവൻ കോഴീനെ കൊടുക്കാനുള്ളത് ഇപ്പോൾ ഇതാണ്. അപ്പോൾ പൂവൻ കോഴീനൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലോ അല്ലാതെയൊക്കെ വേണമെങ്കിൽ ഇതിലത്തെ ഈ വലിയ കാണുന്ന ഈ പൂവൻ കോഴീനെ കൊടുക്കാനുള്ളതാണ്. മറ്റേ കുഞ്ഞുങ്ങളൊന്നും കൊടുക്കാനുള്ളതല്ല. അപ്പോൾ അതിനാവശ്യമുണ്ടെങ്കിൽ വിവരം പറഞ്ഞാൽ മതി. അതുപോലെ ഈ ചെറിയ കുറുകാലിക്കോഴി ഈ കോഴിനെ കൊടുക്കാനുള്ളതാണ്. ഇതിങ്ങനെ ഇതിന് വളർച്ചയൊക്കെ ഉണ്ട്, കൂണൊക്കെ കോഴി തന്നെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സൈസാണ് കുറുകാലിക്കോഴി ആയിട്ട് ഇവിടെയുള്ള മറ്റു കോഴിയിൽ അതിലുണ്ടായിട്ടുള്ളത് തന്നെയാണ്. ഇങ്ങനത്തെ കോഴി നമ്മളെടുത്ത് വേറെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞാണിപ്പോൾ ഇത്. ചെറുതൊന്നുമല്ല, ഇതിന് 5-6 മാസം പ്രായമായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനാവശ്യമുണ്ടെങ്കിലും വിവരം പറയണം. അതുപോലെ പിന്നെ കൊടുക്കാനുള്ളതാണ് ഈ പൂവൻ കോഴീനെ. ഇതിനേക്കാളും ഇനിയും വലിപ്പം വെക്കുകയൊക്കെ ചെയ്യും. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോഴിയാണ്. പിന്നെ അങ്കവാലൊക്കെ വരുന്നുള്ളൂ. ഒന്നും കൂടിയൊക്കെ ഇനിയും വലിപ്പമൊക്കെ വെക്കും. അപ്പോൾ ഇതിന് ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ വാട്സപ്പിൽ നമ്പർ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നന്നായി